എല്ലാവർക്കും നമസ്കാരം. ഞാനിന്ന് ഒരു വടക്കം പാട്ടാണ് പാടാൻ പോകുന്നത്. ഒരു ഐതിഹ്യ കഥ. കടാങ്കോട്ട് മാക്കവും മക്കളും തെയ്യക്കോലമായി മാറിയ ഒരു കഥന കഥ. കോലത്ത് നാടുവാഴും തമ്പുരാൻ്റെ കീഴ്ക്കോയ്മയാണല്ലോ കടവാങ്കോട്ട്. കടവാങ്കോട്ടോ മേനമ്പ്യാന്മാരോ കേൾവി കേട്ടുള്ള പാടനായന്മാർ. അത്തറവാട്ടിലെ പണ്ടൊരു നാൾ ഉണ്ടായൊരു കഥ ചൊല്ലിടാം ഞാൻ. കടവാങ്കോട്ട് മാക്കം ഭഗവതിരെ നൽചരിതം ഞാനങ്ങോട്ടോതിടട്ടെ. കടവാങ്കോട്ടുള്ളൊരു നിച്ചെറിയ പ്രായമോരൊൻപത് വയസ്സായപ്പോൾ മുക്കൻ കുറ്റി വീട്ടിൽ കുഞ്ഞിക്കോമൻ കുടമുറി തന്നെ കാഴിച്ചോളുന്നു. അവരങ്ങൊരുമിച്ചു വാഴും കാലം പൈതങ്ങൾ 12 ഉണ്ടായല്ലോ. ഉണ്ടായ പൈതങ്ങൾ എല്ലാമാണ് പെൺസന്തതി അങ്ങോട്ടില്ലാതാനും. ഏറിയ ദുഃഖത്താലുണിച്ചേറിയ നേരാത്ത നേർച്ചകളൊന്നുമില്ല. പെണ്ണാൾ ജനിച്ചു കൂലം വളരാൻ എവിടെ ഞാൻ പോയി വാജിക്കേണ്ടത്? അങ്ങനെ ചിന്തിച്ചു ദുഃഖത്താലേ കൊടിയ വ്രതങ്ങളാരംഭിച്ചു. വാണവാള പട്ടണം കോട്ടയിലെ വാളോർക്കാളേറിയാൽ ഭഗവതിയെ ഒന്നുണ്ട് കേൾക്കണം തമ്പുരാട്ടി. 12 സന്തതി വരമേനിക്ക് എന്നില്ലം വാണു വളർന്നു വരാൻ ഒന്നൊരു പെണ്ണാളെ വേണമെനിക്ക്. 40 നാളു വാചനം ചെയ്തു 41-ാം നാൾ വരവും നേടി. തീർത്ഥം വഴിപാട് പായസവും വാങ്ങി മടങ്ങിയൂണിച്ചേറിയ സുഖദർശനം. പായസച്ചോറതങ്ങുണ്ടും കൊണ്ട് നന്നായി ഉറങ്ങിയൂടിച്ചേറിയ പുലരുവാനേഴരാവുള്ളപ്പോൾ ഉറക്കത്തിൽ സ്വപ്നവും കണ്ടു പെണ്ണ്. കാണുന്നു നല്ലൊരാരിങ്കിനാവ് നാഗപ്പാമ്പ് നടു ചുഴലുന്നതും മൂർഖൻ പാമ്പ് മുടി ചുഴലുന്നതും ആരിയത്തയ പൊന്തത്തയോ മടിയിൽ പറന്നങ്ങോ വീഴുന്നതും പൊന്മകൾ മടിയിൽ കളിക്കുന്നതും ഇടമൂല താങ്ങി പാൽ കുടിക്കുന്നതും. ഇങ്ങനെ നല്ലൊരു സ്വപ്നം കണ്ടു. മാക്കത്തിൻ്റെ ജനനം. അങ്ങനെ നാൾ 10 കഴിയുന്നേരം അക്കുളിയാലെ കൂളിയും നിന്നു.
ഒന്നും രണ്ടു മാസം ഓടിപ്പോയി, മൂന്നും നാലും മാസം മുക്കി മൂളി, അഞ്ചും ആറും മാസം ആയാസത്താൽ ആയമ്മായങ്ങനെ കഴിച്ചും കൂട്ടി. മാസം തീരൂ മാസം ഏഴാം മാസം പുങ്ങൻ പുളി കൂടി കഴിച്ചോളുന്ന്, അപ്പമാട കോതി തീർക്കുന്നുണ്ടേ. ഏഴും തികഞ്ഞങ്ങ് നിൽക്കുന്നേരം ഈറ്റില്ലന്നായി പണി കഴിച്ചു. കാലൻ ശാനി ചാത്തൻ കയറും മുമ്പേ ഈറ്റില്ലം പൂക്കാളൂണിച്ചേറിയ, ഈറ്റുവേദന കൊടുന്നൊമ്പരം വന്നേരം ചേറിയ പറഞ്ഞോളുന്ന്, പേറ്റിച്ചീരായൊന്ന് വരുത്തുക വേണം, പിണാത്തിമാരെയും വിളിക്കുക വേണം. കടവാങ്കോട്ടോ മനനമ്പ്യാന്മാരോ വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തോളുന്ന്, കടവാങ്കോട്ടമ്മയൂളിച്ചേറിയ വഴിപാടങ്ങേറെയും നേർന്നോളുന്ന്. ഇപ്പേറ് നന്നായി കഴിഞ്ഞിടാനായി നേർച്ചകൾ കാഴ്ചകൾ ഏറെ ചൊല്ലി, 10 മാസം 10 നാഴിക നേരം പെറ്റല്ലോ നല്ലൊരു പൊന്മകളെ. കുന്നത്ത് സൂര്യൻ ഉദിച്ച പോലെ മാനത്തു ചന്ദ്രൻ വിളങ്ങും പോലെ, കടവാങ്കോട്ടോ മനനമ്പ്യാന്മാരോ ആമോദം കൊണ്ടങ്ങ് ആനന്ദിച്ചു. അന്നദാനം പിന്നെ വസ്ത്രദാനം വേണ്ടുന്ന ദാനങ്ങൾ ചെയ്തോളുന്ന്.